ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ചെറിയ വിശേഷങ്ങളാണ്. പല രീതിയിൽ പായസം, അതുപോലെ തന്നെ തെരളി, മണ്ടപ്പുറ്റ്, വെള്ളനേദ്യം, പാൽപ്പായസം, അങ്ങനെ ചെറുപയറിൻ്റെ നിവേദ്യം ഒക്കെ ഉണ്ടാക്കാറുണ്ട് നിവേദ്യങ്ങളായിട്ട്. എന്നാൽ ഞാനിന്ന് കാണിക്കുന്നത് തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഒരു മഞ്ഞൾ പൊങ്കാല ഇടാറുണ്ട്. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് തന്നെ മഞ്ഞൾ പൊങ്കാലയും ഇടാറുണ്ട്. അതെങ്ങനെയാണെന്ന് വിചാരിച്ചാൽ, കുറച്ച് നെയ്യ് ചൂടാകുന്ന സമയത്ത് കുരുമുളകും ജീരകവും നന്നായിട്ട് ക്രഷ് ചെയ്ത് അതൊന്ന് വറുത്തെടുക്കണം. വറുത്തിട്ട് അതിലേക്ക് കുറച്ച് കടലപ്പരിപ്പ് അല്ലെങ്കിൽ തുവരപ്പരിപ്പായാലും മതി, കടലപ്പരിപ്പും പച്ചരിയും മഞ്ഞളും ചേർത്ത് വേവിച്ച് നേദിക്കുന്നതാണ് മഞ്ഞൾ പൊങ്കൽ. ആറ്റുകാലമ്മയുടെ ഐതിഹ്യം എന്ന് പറയുന്നത്, ഭർത്താവിൻ്റെ അന്യായമായ വധത്തിൽ പ്രതിഷേധിച്ച് മധുരാനഗരം ദഹിപ്പിച്ച കണ്ണകി കൊടുങ്ങല്ലൂരമ്മയിൽ ലയിക്കുന്നതിന് മുമ്പ് ആറ്റുകാൽ വഴി വന്നു എന്നും അങ്ങനെ കടന്നു പോകുമ്പോൾ ഭക്തർ പൊങ്കാല നൽകി സ്വീകരിച്ചുവെന്നാണ് ഐതിഹ്യം. അപ്പോൾ ആ വരുന്ന വഴിയിൽ തിരുനെൽവേലി ഭാഗത്തൊക്കെയുള്ള ഭക്തർ മഞ്ഞൾ പൊങ്കാലയാണ് ഇട്ടത്. ആ രീതിയിലാണ് ഞാനിന്ന് ഇത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ നെയ്യൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കുരുമുളകും ജീരകവും വറുത്തിട്ട് കുറച്ച് കടലപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. 3 പിടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളിങ്ങനെ പൊങ്കാലയൊക്കെ ഇടുന്ന സമയത്ത് 1, 5, 3 അങ്ങനെ അളവിൽ വേണം എല്ലാം എടുക്കാൻ. 3 പിടി കടലപ്പരിപ്പിന് 1 പിടി പച്ചരിയാണ് ഇട്ടിരിക്കുന്നത്. കുറച്ച് മഞ്ഞളും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചൂടാകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുത്താൽ മതിയാകും. ഇതിൽ ഉപ്പൊന്നും ഇടില്ല സാധാരണ. പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഉപ്പും തൈരും ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നന്നായിട്ട് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് മണ്ടപ്പുറ്റും തെരളിയും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഞാൻ 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. എന്നാലും അതും കൂടെ പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. കുറച്ച് ചെറുപയർ വറുത്തെടുക്കണം. നല്ല ചുവന്ന കളർ ആവുന്നിടം വരെ വറുത്തെടുക്കണം. എന്നിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, ഒരുപാട് പൊടിഞ്ഞു പോകണ്ട. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഉണക്കലരിയുടെ പൊടിയാണ് കേട്ടോ. 1 ഗ്ലാസ് ഉണക്കലരിയുടെ പൊടി എടുക്കുന്നുണ്ടെങ്കിൽ 3 ഗ്ലാസ് പയറിൻ്റെ പൊടി വേണം. ആ ഒരു റേഷ്യോയിൽ വേണം എടുക്കാൻ. കുറച്ച് ചെറിയ പഴവും ശർക്കരയും കൂടെ ചേർക്കുന്നുണ്ട്. ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചതും കൂടെ കുറച്ചിടാം. തേങ്ങയും കൂടെ ഇട്ടിട്ടുണ്ട്. ഞാൻ ആ തേങ്ങ ഇടുന്നത് കാണിക്കാൻ പറ്റിയില്ല. കുറച്ച് നെയ്യ് ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ പഴത്തിൻ്റെയൊക്കെ വെള്ളപ്പറ്റ് കൊണ്ട് തന്നെ അത് നന്നായിട്ട് കുഴഞ്ഞു വരുന്നതാണ്. എന്നിട്ട് ഉരുട്ടിയെടുത്താൽ മതിയാവും, ഷേപ്പ് ചെയ്തെടുത്താൽ മതിയാവും. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പഴത്തിൻ്റെ ശർക്കരയുടെയും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. തലവേദന അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അതിൻ്റെ ശമനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മണ്ടപ്പുറ്റ് ഉണ്ടാക്കുന്നതെന്നാണ് സങ്കല്പം. ഇനി അതുപോലെ തന്നെ തെരളിയും ഉണ്ടാക്കാം. തെരളിക്ക് കുറച്ച് അരി എടുത്തിട്ടുണ്ട്. അരിപ്പൊടി എടുത്തിരിക്കുന്നത് ഉണക്കലരിയുടെ പൊടി തന്നെയാണ്. അത് വറക്കുകയൊന്നും വേണ്ട, ഉണക്കലരി പൊടിച്ചെടുത്തതാണ്. അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പഴം ഇട്ട് കൊടുക്കാം. അതുപോലെ 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ശർക്കര പൊടിച്ചതും അതുപോലെ ഏലക്ക പൊടിച്ചതും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് വഴന ഇലയിൽ പൊതിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. തെരളി ഉണ്ടാക്കുന്നത് കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും എല്ലാവരുടെയും നന്മയ്ക്കും വേണ്ടിയിട്ടാണ് തെരളി നിവേദിക്കുന്നത്. അങ്ങനെ രണ്ടും ഞാൻ അടുപ്പത്ത് വെച്ച് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് മതിയാകും. ആ സമയം കൊണ്ട് നമ്മുടെ പൊങ്കലും ഇവിടെ റെഡി ആയിട്ടുണ്ട്.
തെരളിയും മണ്ടപ്പുറ്റും ഇവിടെ റെഡിയായി. മാർച്ച് 3-നാണ് പൊങ്കാല. എല്ലാവർക്കും നല്ലൊരു പൊങ്കാല ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്